So today we are going to discuss on the topic debentures. So already നമ്മൾ ഷെയറിന്റെയും ഡിബഞ്ചറിന്റെയും ഒക്കെ ഡിഫറൻസസ് പലപ്പോഴായി മേ ബി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ എന്താണ് ഡിബഞ്ചർ? സോ ഡിബഞ്ചർ ഇസ് എ ടൈപ്പ് ഓഫ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നതാണ്. ഒരു കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ തൊട്ടു മുന്നത്തേൽ ബോണ്ട് എന്താണെന്ന് കണ്ടു. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റോ ഗവൺമെന്റ് ബോഡിയോ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ബോണ്ട്. ഇനി ഇതേ കാര്യം ഒരു കമ്പനി, ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. വിച്ച് ഇസ് നോട്ട് സെക്യൂർഡ് ബൈ എനി സ്പെസിഫിക് അസറ്റ് ഓർ കൊളാട്രൽ. എന്ന് പറഞ്ഞാല് സർക്കാരിന് കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോ, ഫണ്ട് ഷോർട്ടേജ് വരുമ്പോ പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്നതാണ് ബോണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. ഇതേപോലെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് അവർക്ക് ഫണ്ട് കണ്ടെത്തുന്ന ഒരു മാർഗമാണ്, അല്ലെങ്കിൽ അവര് പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്ന ഒരു രീതിയാണ് ഡിബഞ്ചർ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പനിക്ക് നിങ്ങളെ പോലുള്ള ആൾക്കാരെ, മീൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാര് അല്ലെങ്കിൽ പബ്ലിക്ക് ഒരു എമൗണ്ട് പ്രിൻസിപ്പൽ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ആ കൊടുക്കുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഫിക്സഡ് ആയിട്ട്, സ്ഥിരമായിട്ട് ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ആ പ്രിൻസിപ്പൽ എമൗണ്ട് അതാണ് കമ്പനി തിരിച്ച് ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്നത്. ഈ ചെയ്യുന്നത് കമ്പനിയുടെ കടമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ടാണ് അതിനെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ ഒരു ബാങ്കിൽ ഒരു ലോൺ എടുക്കുവാണെങ്കിൽ, ഗോൾഡ് ലോൺ ആണെങ്കിൽ നിങ്ങൾ ഗോൾഡ് ആണ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ പൈസ അടച്ചു തീർന്നില്ലെങ്കിൽ ബാങ്കിന് ആ ഗോൾഡ് എടുക്കാം. നിങ്ങൾ ഒരു 2 വീലർ ലോൺ ആണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ കൊളാട്രൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആ 2 വീലർ തന്നെയാണ്. നിങ്ങൾ അടച്ചു തീരുന്നത് വരെ അത് ബാങ്കിന്റെ പേരിലായിരിക്കും. പക്ഷേ ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനി പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുവാണെങ്കിലും ഇവിടെ പക്ഷെ അങ്ങനത്തെ കൊളാട്രലോ ഒരു അസറ്റോ ഒന്നും നൽകുന്നില്ല. ഇതൊരു അൺസെക്യൂർഡ് ലോണാണ്. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഒന്നും ഇല്ല. പബ്ലിക്ക്, പൊതുജനം കമ്പനിക്ക് കൊടുത്ത് സഹായിക്കുന്നു. എന്താണ് അതിന് വേറെ സെക്യൂരിറ്റികളോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു അൺസെക്യൂർഡ് ആണ്. ബേസിക്കലി ആണ് പറയുന്നത്. ചില ഡിബഞ്ചർ സെക്യൂർഡ് ആണ്, എന്ന് വെച്ചാൽ സെക്യൂരിറ്റി കൊടുക്കാറുണ്ട്. പക്ഷെ പൊതുവെ ഇതൊരു അൺസെക്യൂർഡ് ലോൺ ആണ്. വേർ ദ കമ്പനി ബോറോസ് മണി ആൻഡ് പ്രോമിസസ് ടു റീപേ സോൾലി ബേസ്ഡ് ഓൺ ഇറ്റ്സ് വേർഡ്. അവര് പറഞ്ഞ വാക്ക് അവര് പാലിക്കുമെന്നേ ഉള്ളൂ. സ്ഥിരമായിട്ട് ആ പ്രിൻസിപ്പൽ എമൗണ്ടിന്, ആ കൊടുക്കുന്ന, അതായത് പബ്ലിക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ കൊടുക്കുന്ന എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ടിന് സ്ഥിരമായിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഇനി ഇത് എന്തൊക്കെയാണ് ഇതിന്റെ കോർ ഫീച്ചേഴ്സ്? നിങ്ങളുടെ ബുക്കിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ബേസിക്കലി പറഞ്ഞ ഇതൊരു അൺസെക്യൂർഡ് ലോൺ ആണ്. ലൈക്ക് മോർട്ട്ഗേജസ്, എന്തെങ്കിലും ഒരു സ്പെസിഫിക് അസറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു തരം എന്താണ് സെക്യൂർഡ് ലോൺ ആണ് മോർട്ട്ഗേജ്. മോർട്ട്ഗേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഹോം ലോൺ എടുക്കുന്നു. ആ വീട് വെക്കാൻ വേണ്ടി നിങ്ങൾ ആ സ്ഥലമാണ് മോർട്ട്ഗേജ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഇതിന് നൽകുന്നില്ല. സെക്യൂരിറ്റി ഇല്ല. അതാണ് അൺസെക്യൂർഡ് എന്നുകൊണ്ട് തന്നെയുള്ള അർത്ഥം. രണ്ടാമത്തെ പോയിന്റ്, ലോങ് ടേം. മോസ്റ്റ്ലി ഒരു 10 വർഷം കാലാവധിക്കൊക്കെ ആയിരിക്കും എന്ത് ഇഷ്യൂ ചെയ്യുന്ന, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഒരു കമ്പനി ബോറോ ചെയ്യുന്നു. ഫിക്സഡ് റേറ്റ് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. സ്ഥിരമായിട്ട് നിശ്ചിത എമൗണ്ട് പലിശയായിട്ട് കിട്ടും. ഇനി ക്രെഡിറ്റ് ഡിപെൻഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന്, അതായത് ഒരു ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ഒരു കമ്പനി ബോറോ ചെയ്യുമ്പോൾ ആ സ്ഥാപനം ഇതൊക്കെ തിരിച്ചു തരാനും സ്ഥാപനത്തിന് നല്ല ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ക്രെഡിറ്റ് വെർത്തിനെസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഡിപെൻഡന്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ബേസിക്കലി 4 തരം ഡിബഞ്ചർ ഉണ്ട്. നമ്മുടെ ബുക്കിനകത്തുള്ള അതേ പോയിന്റ് തന്നെയാണ് ഈ 4 ഡിബഞ്ചർ. കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 എണ്ണവും, സെക്യൂരിറ്റി ഫാക്ടർ എന്നുള്ളതിന്റെ ബേസിസിൽ ഒരു ടൈപ്പും, മെച്യൂരിറ്റിയുടെ ബേസിസിൽ ഒരു ടൈപ്പും. അങ്ങനെ 4 തരം ഡിബഞ്ചറുകളാണ് ഉള്ളത്. ഒന്ന് കൺവേർട്ടിബിൾ ഡിബഞ്ചർ. ആ പേര് പറയുന്ന പോലെ നാളെ വേണമെങ്കിൽ ആ കമ്പനിക്ക് ഡിബഞ്ചർ വാങ്ങിയ ആളെ എന്തായിട്ട് മാറ്റാം? ഇക്വിറ്റി
ഷെയർസ് ആക്കി മാറ്റാം. ഡിബഞ്ചേഴ്സിനെ ഇക്വിറ്റി ഷെയർസ് ആക്കി മാറ്റാൻ പറ്റിയാൽ ആ ഡിബഞ്ചറിനെ നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയും. മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് നോൺ കൺവേർട്ടബിൾ ആവും. മാറ്റാൻ പറ്റിയാൽ അവിടെ ഇക്വിറ്റി ആകും. പക്ഷെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് പണ്ടത്തെ പോലെ തന്നെ ഡിബഞ്ചർ ഡെറ്റ് ആണെന്ന് പറഞ്ഞ പോലെ ഡെറ്റായി തന്നെ നിൽക്കും. ഇനി സെക്യൂരിറ്റി ഫാക്ടർ നോക്കിയാൽ സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പൊതുവെ ഒരു അസറ്റോ കാര്യങ്ങളോ ഒന്നും സെക്യൂരിറ്റി ആയിട്ട് വെക്കാറില്ല ലോണിന് വെക്കുന്ന പോലെ. പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ വലിയ എമൗണ്ട് ഒരുപാട് കാലത്തേക്ക് കൊടുക്കുവാണെങ്കിൽ ചില കമ്പനികൾ അവരുടെ ഏതെങ്കിലും അസറ്റ്, ചിലപ്പോൾ ലാൻഡോ ഏതെങ്കിലും ബിൽഡിങ്ങോ അങ്ങനെ എന്തിനെങ്കിലും ഒന്ന് കൊളാട്രൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്യൂരിറ്റി നൽകിയിട്ടുണ്ടെങ്കിൽ അത് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, സെക്യൂരിറ്റി വെച്ചില്ല എങ്കിൽ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. ഇനി മെച്യൂരിറ്റി, രണ്ട് തരം മെച്യൂരിറ്റി ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ രണ്ട് തരമുണ്ട്. ഒരു 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് തിരികെ നിങ്ങൾക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് റെഡീമബിൾ ഡിബഞ്ചർ. ഇറഡീമബിൾ ഡിബഞ്ചർ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, IRR, ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ്. അവിടെയാണെങ്കിൽ ആ കമ്പനിയുടെ കാലാവധി എന്ന് വരെയാണോ അന്ന് വരെ ഈ ഡിബഞ്ചറിന് കാലാവധി ഉണ്ടായിരിക്കും. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ 4 പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് 8 നോക്കേണ്ടത്. എന്ന് വെച്ചാൽ കൺവേർട്ടബിളും നോൺ കൺവേർട്ടബിളും, സെക്യൂർഡും അൺസെക്യൂർഡും, റെഡീമബിളും ഇറഡീമബിളും. 6 ഭാഗം. ഓക്കെ, കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, സെക്യൂർഡ്, അൺസെക്യൂർഡ്, റെഡീമബിൾ, ഇറഡീമബിൾ, അങ്ങനെ 6 വിഭാഗമായിട്ട് നിൽക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? അതായത് സ്ഥിരമായിട്ട് ഇൻകം കിട്ടും. എന്തായിരിക്കും സ്ഥിരമായിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ സ്ഥിരമായിട്ട് വരുമാനം വേണം എന്നുള്ള ഒരാളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് വലിയ റിസ്ക് ഒന്നും എടുക്കാൻ വയ്യായെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഹയർ റിട്ടേൺ ദാൻ ബോണ്ട്. ബോണ്ട് നമ്മൾ തൊട്ട് മുന്നത്തേൽ പറഞ്ഞു, ഗവൺമെന്റ് ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. പക്ഷെ ഇവിടെ കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ടിനേക്കാൾ എന്തിന് കൂടുതലായിരിക്കും? ഡിബഞ്ചറിന് കൂടുതലായിരിക്കും. ഡൈവേഴ്സിഫിക്കേഷൻ, ഓൾറെഡി നമ്മൾ ഇത് എന്താണെന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഇൻവെസ്റ്റർ ഉള്ള എമൗണ്ട് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ പല പല സ്ഥലങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന റിട്ടേൺ പൊട്ടൻഷ്യൽ കൂട്ടാൻ പറ്റും. 4ാമത്തെ ലിക്വിഡിറ്റി വേണമെങ്കിൽ ഈ ഡിബഞ്ചേഴ്സിന് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്താൽ ഈ പറഞ്ഞ 5 വർഷം 10 വർഷം അത്രയും കാലം അത് ഹോൾഡ് ചെയ്യാതെ നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വിൽക്കാനായിട്ട്, അതായത് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു കാര്യത്തിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാനുള്ള എബിലിറ്റി. ടാക്സ് ബെനിഫിറ്റ്, ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങള് അല്ലെങ്കിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനത്തെ ഗവൺമെന്റ് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകത്തിന് ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടും. ഇനി അടുത്ത് ഉള്ളത് വാട്ട് ആർ ദി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിബഞ്ചേഴ്സ്? ഓൾറെഡി പറഞ്ഞു, ബേസിക്കലി അൺസെക്യൂർഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു അസറ്റ് ബാക്കപ്പോ സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന് റിസ്ക് കൂടുതലാണ്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുവാണെങ്കിൽ ഡിബഞ്ചറിന്റെ ഇപ്പോഴത്തെ ഡിബഞ്ചറിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റർക്ക് നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ 5 കൊല്ലം 10 കൊല്ലം വരെ വെയിറ്റ് ചെയ്യാൻ ഇൻവെസ്റ്റർ തയ്യാറാകണമെന്നില്ല. ഇനി ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ, ഈ ക്രെഡിറ്റ് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് തരാനോ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് തരാനോ സാധിച്ചില്ല. നമ്മൾ അപ്പോഴേ ക്രെഡിറ്റ് വർത്തിനെസ് എന്നൊരു വാക്ക് പറഞ്ഞില്ലേ? എന്ന് വെച്ചാൽ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കമ്പനീസിനല്ല നമുക്ക് കൊടുക്കുന്നെങ്കിൽ നമുക്കൊരു റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ റിസ്കിനെയാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നോൺ കൺവേർട്ടബിൾ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു ഡിബഞ്ചറിനെ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റാത്ത ഒരു ഡിബഞ്ചർ ആണെങ്കിൽ അത് ഒരിക്കലും നമുക്കൊരു ഇക്വിറ്റി ബെനിഫിറ്റ് തരുന്നില്ല. ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും എന്താക്കി മാറാൻ പറ്റില്ല, ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റത്തില്ല. ദെൻ ലാസ്റ്റ് പറഞ്ഞത്, ചില ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെച്യൂരിറ്റി പീരീഡിന് മുന്നേ റെഡീം ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ അങ്ങനത്തെ ഡിബഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മളെ ടൈപ്സിൽ കണ്ട് റിഡീമബിൾ ഡിബഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലും
ഇഷ്യൂർക്ക് നേരത്തെ വേണമെങ്കിൽ ആ ഡിബഞ്ചറിനെ റെഡീം ചെയ്ത് എന്ന് വെച്ചാൽ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് കൺവേർട്ടബിളും നോൺ കൺവേർട്ടബിളിന്റെ ഒരു കമ്പാരിസൺ ആണ്. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഡെറ്റായിരിക്കുന്ന കടമായിരിക്കുന്ന ഒരു കാര്യം ഇക്വിറ്റി ഷെയർ ആക്കി മാറുമ്പോൾ അത് ഇക്വിറ്റി ആയിട്ട് മാറും. നോൺ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഡെറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അഡ്വാൻറ്റേജസ് തന്നെയാണ്. സ്റ്റേബിൾ ഇൻകം, ലിക്വിഡിറ്റി, ഡൈവേഴ്സിഫിക്കേഷൻ, ടാക്സ് ബെനിഫിറ്റ്സ്. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു കമ്പാരിസൺ ആണ്. സെക്യൂർഡ് ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള. ബോണ്ട് നമ്മൾ കണ്ട പോലെ അവിടെ ഒരു സ്പെസിഫിക് അസറ്റ് എപ്പോഴും കൊളാറ്ററൽ ആയിട്ട് കൊടുക്കും ബോണ്ടില്. പക്ഷെ ഡിബഞ്ചറിൽ പൊതുവെ അതില്ല, സെക്യൂരിറ്റി ഇല്ല. ഗവൺമെന്റ് ആണ് ബോറോ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ബോണ്ടിന് എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. പക്ഷെ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. റിസ്ക് ഗവൺമെന്റ് പബ്ലിക്കിനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് പബ്ലിക്കിന് കുറച്ചുകൂടെ വിശ്വാസ്യതയാണ്, എന്തായാലും എമൗണ്ട് കിട്ടും, അപ്പൊ റിസ്ക് കുറവാണ്. പക്ഷെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാപനം വാങ്ങുമ്പോൾ അതിന് റിസ്ക് എലമെന്റ് ഉണ്ട്. റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് പറയാൻ കാര്യം അതിന്റെ അൺസെക്യൂർഡ് നേച്ചർ കാരണം നമുക്ക് ചിലപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് വരാം, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ ദ ഏത് കമ്പനിയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റിസ്ക് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കമ്പനി ബാങ്ക്റപ്റ്റ് ആകാൻ വെച്ചാൽ ബാങ്ക് പ്രൊസീജിയേഴ്സ് ഇറക്കി ജപ്തി അങ്ങനെ നടപടികളൊക്കെ ഫേസ് ചെയ്യുന്ന കമ്പനിയുടെ ഡിബഞ്ചർ ആണ് പോയി വാങ്ങുന്നതെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് ഭയങ്കര കൂടുതലായിരിക്കും. വെച്ചാൽ അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുവാണല്ലോ കമ്പനി, അപ്പൊ ആ വാങ്ങിച്ച ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ കടം തിരികെ തരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോകും. അപ്പം അതിലും ഡിബഞ്ചറിന് വീണ്ടും റിസ്ക് കൂടുതലാണെന്ന് പറയാൻ കാര്യം ഡിബഞ്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു അൺസെക്യൂർഡ് ഇൻ നേച്ചറാണ്. അപ്പോ എപ്പോഴും ഇങ്ങനെ നിയമ നടപടികൾ ഉള്ള അല്ലെങ്കിൽ ബാങ്ക്റപ്റ്റ് ആയ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ചെയ്ത് ബാങ്ക് ഇങ്ങനെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ബാങ്ക്റപ്റ്റ് ആയാൽ സെക്യൂർഡ് ആയിട്ടുള്ളതിനായിരിക്കും ആദ്യം പ്രാധാന്യം കിട്ടുക. അപ്പൊ അവിടെയും ഡിബഞ്ചറിന് ഒരു തിരിച്ചടിയുണ്ട്. ഡിബഞ്ചർ ബേസിക്കലി ഒരു അൺസെക്യൂർഡ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം, പൊതുവെ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണെങ്കിൽ ഡിബഞ്ചറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്ത് പോവും? ഫാൾസ്. മാർക്കറ്റ് വാല്യൂ ഫാൾസ്. അപ്പം എല്ലാ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ പോലെ തന്നെയാണ് എക്സിസ്റ്റിംഗ് ഡിബഞ്ചറിന് നഷ്ടം സംഭവിക്കാം. ഒന്ന് നമ്മളത് മെച്യൂരിറ്റിക്ക് മുന്നേ കൊടുക്കുമ്പോഴോ അല്ല എങ്കിൽ മാർക്കറ്റില് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോഴോ. സോ ദിസ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഇനി കോളബിൾ കേപ്പബിലിറ്റി ട്രാപ്പ്. മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ കോളബിൾ ഫീച്ചർ എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റിക്ക് മുന്നേ ഒരു വ്യക്തിക്ക് കൊണ്ടുപോയി ഡിബഞ്ചർ സറണ്ടർ ചെയ്ത് എമൗണ്ട് വാങ്ങാൻ പറ്റുന്നതിനാണ് കോളബിൾ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റർക്ക് നേരത്തെ പൈസ കിട്ടും. ഓക്കെ, 5 വർഷത്തേക്ക് കാത്തിരിക്കേണ്ടത് നമ്മൾ 5 വർഷം കാത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് നേരത്തെ കൊണ്ട് കൊടുക്കുന്നു. അതിനെയാണ് കോളബിൾ ഫീച്ചർ എന്ന് പറയുന്നത്, ബിഫോർ മെച്യൂരിറ്റി. അപ്പൊ ഇൻവെസ്റ്റർക്ക് നേരത്തെ ആ എമൗണ്ട് കിട്ടും. ക്യാപ്പിംഗ് ദെയർ അപ്സൈഡ്, അവർക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഈ റീ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ നിങ്ങൾ ഒരു കമ്പനിയുടെ ഡിബഞ്ചർ വാങ്ങിച്ചു, അപ്പൊ ആ കമ്പനി തന്നെ പറയാണ് നിങ്ങൾ വീണ്ടും അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിൽ എന്താണ് സിറ്റുവേഷൻ, ഓക്കെ, അതായത് മൊത്തത്തിൽ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുവാണോ കുറയുവാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം വീണ്ടും അവിടത്തേക്ക് റീ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് ചിന്തിക്കാം. ഇനി അൺസെക്യൂർഡ് ആണെന്ന് പറയുന്നതിന്റെ ഒരു റീസൺ കൊളാറ്ററൽ ഇല്ല, ക്രെഡിറ്റ് റിസ്ക്. കമ്പനി നല്ല രീതിയിലല്ല എങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വരെ നഷ്ടപ്പെടും. പക്ഷെ അതിന്റെ നല്ലൊരു ഭാഗം പറഞ്ഞാൽ സ്റ്റേബിൾ ഇൻകം കിട്ടും, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇൻട്രസ്റ്റ്, ബോണ്ടിനേക്കാൾ ബെനിഫിറ്റ് ഉണ്ട്, പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. എല്ലാ അഡ്വാൻറ്റേജിനും അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ടാകും. അപ്പൊ ഈ ഭാഗത്ത് അതിന്റെ ഗുണഗണങ്ങളും ഇപ്പുറത്തെ സൈഡ് ഈ ഭാഗത്ത് അതിന്റെ നെഗറ്റീവ് പാർട്സ്, ഡിബഞ്ചറിന്റെ നെഗറ്റീവ് പാർട്സ് ആണ് ഈ സൈഡിൽ അതിന്റെ പോസിറ്റീവ് പാർട്സ്. ഇറ്റ് ജസ്റ്റ് ഗെറ്റ് ബാലൻസ്ഡ്. ഒരു ത്രാസ് എങ്ങനെയാണോ അതുപോലെ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ബാലൻസ് ആയി പോകുന്നതാണ് ഈ ലാസ്റ്റ് പാർട്ടി പറയും.
ഓക്കെ, താങ്ക് യു.